ഹലോ. നീറ്റ് 2024 എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് കഴിഞ്ഞ 7 വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ്റെ 2017 മുതൽ 2023 വരെയുള്ള നീറ്റ് എക്സാമിനേഷൻസിൻ്റെ എക്സാം പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് ഏതൊക്കെ സെക്ഷൻസിനാണ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫിസിക്സിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിൽ ബി ഡീലിംഗ് വിത്ത് +1 ഫിസിക്സ് ടുഡേ ഇൻ ദിസ് വീഡിയോ. നൗ ഈ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ഐഡിയ ഇപ്പം ഈ ഇമേജിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും. എല്ലാ ചാപ്റ്റേഴ്സും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. +1 ഓരോ ചാപ്റ്റേഴ്സും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ടാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത സെക്ഷൻസ് മാത്രം പഠിക്കണമെന്നോ ഇതിൻ്റെ അകത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതോ അല്ല ഇതിൻ്റെ പേർപ്പസ്. ഈ സെക്ഷൻസൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുകയെന്നും ഈ സെക്ഷൻസൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണെന്നും ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നല്ല സ്കോർ കിട്ടണമെങ്കിൽ നിർബന്ധമായും എല്ലാ സെക്ഷൻസും പഠിച്ചിരിക്കണം. അതിൻ്റെ കൂടെ ഈ സെക്ഷൻസിന് ഒരു എംഫസിസ് കൊടുക്കണം എന്നുള്ളതും ഈ സെക്ഷൻ നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളതും മാത്രമേ ഈ വീഡിയോ കൊണ്ട് അർത്ഥമാവുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 7 വർഷത്തെ പേപ്പേഴ്സിൽ ചോദിച്ച സെക്ഷൻസ് മാത്രമല്ലാതെ അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണലി നിങ്ങൾ പഠിക്കേണ്ട മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസിനെ കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷൻസ് മുഴുവൻ നന്നായി ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ റിസൾട്ടും സ്കോറും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. +1 ഫിസിക്സിലെ എൻറ്റയർ സെക്ഷൻസിനെ നമ്മൾ 14 സെക്ഷനായിട്ട് 14 ചാപ്റ്ററുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ ചാപ്റ്ററിനും ചോദിച്ചിട്ടുള്ള കൗണ്ട് കഴിഞ്ഞ 7 വർഷത്തിലുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ബാർ ഗ്രാഫ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വളരെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യം ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ദാറ്റ് ഈസ് 17 ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഒരു സെക്ഷനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഫ്രം സെക്ഷൻ 6, ദാറ്റ് ഈസ് റൊട്ടേഷണൽ മോഷൻ. വളരെ ഒബ്വിയസ് ആണ്, അത് ഒട്ടും സർപ്രൈസിങ് അല്ല. വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൊരു സെക്ഷനാണത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആ ചാപ്റ്ററിലുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദാറ്റ് ഇസ് വെരി നാച്ചുറൽ. പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് 16 ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഇസ് ഫ്രം ഫസ്റ്റ് സെക്ഷൻ, ദാറ്റ് ഇസ് ഫിസിക്കൽ വേൾഡ് പ്ലസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഒബ്വിയസ്ലി ഒരു വളരെ ഫണ്ടമെൻ്റൽ ചാപ്റ്ററാണ്. എറർ അനാലിസിസ് ആ ചാപ്റ്ററിൽ മാത്രമല്ല മറ്റ് ചാപ്റ്ററുകളിലും ഉപയോഗിക്കാൻ പറ്റിയൊരു കോൺസെപ്റ്റാണ്. അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യണം. തൊട്ടടുത്ത പ്രയോറിറ്റി ഉള്ളത്, തൊട്ടടുത്ത ഫ്രീക്വൻസി വന്നിട്ടുള്ളത് ഈസ് 15 ക്വസ്റ്റ്യൻസ് ആൻഡ് ദാറ്റ് ഇസ് ഫ്രം ചാപ്റ്റർ 5 സെക്ഷൻ 5, ദാറ്റ് ഇസ് വർക്ക് പവർ എനർജി. ഒബ്വിയസ്ലി വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. കൊളീഷൻസും കൂടെ വരുമ്പോഴത്തേക്ക് ആ ചാപ്റ്ററിൻ്റെ ലെങ്ത് കുറച്ചുകൂടെ വലുതാവുന്നുണ്ട്. മാത്രമല്ല മറ്റ് ചാപ്റ്ററുകളിലും അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ്, എനർജി കോൺസർവേഷൻ പോലത്തെ പ്രിൻസിപ്പിൾസ് വളരെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നതാണ്. So it's actually a very important section. പിന്നെ ഉള്ളത് 13 questions, that is from 7th chapter, 7th chapter is gravitation. Again ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഗ്രാവിറ്റേഷനും, അത് മനസ്സിലാക്കുക. ആൻഡ് ദെൻ the next priority, the next frequency is for chapter 4, that is laws of motion. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ അത്ര ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്റർ അല്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഓപ്പർച്യൂണിറ്റി ഒരുപാടുള്ളതാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉള്ളൊരു സെക്ഷനാണ് ലോസ് ഓഫ് മോഷൻ. 12 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ലോസ് ഓഫ് മോഷന് കഴിഞ്ഞ 7 വർഷത്തിൽ. ആൻഡ് ദെൻ യു ഹാവ് 11 ക്വസ്റ്റ്യൻസ് ഫ്രം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അഗെയിൻ അതൊരു ലെങ്തി ചാപ്റ്ററാണ്. സർഫസ് ടെൻഷൻ്റെ ഭാഗം കൂടി അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് എ റിയലി ലോങ് ചാപ്റ്റർ. അപ്പോൾ ദാറ്റ്സ് ഓൾസോ നോട്ട് സർപ്രൈസിങ്. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്നൊക്കെ 10 അതിൽ കുറവോ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ചാപ്റ്ററും ഇനി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ ഏതാണ്, ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറി എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് ഇനി പരിശോധിക്കാം. Now we'll start with the first chapter here, the first section here, physical world plus units and measurements. 16 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഒപ്പം ഈ ഒരു ഇൻഡെക്സ് ഒന്ന് മനസ്സിലാക്കുക. NU എന്ന് കാണുന്നത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ ഇൻവോൾവ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണെങ്കിലും വേരിയബിൾസ് ആണെങ്കിലും മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ ഇൻവോൾവ് ആവുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ദെൻ യു ഹാവ് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് വായിച്ച ഉടനെ ഇവാലുവേഷൻ ഇല്ലാതെ തിയററ്റിക്കലി റീസൺ ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ തിയറി ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ യു ഹാവ് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ്. 2, 3, 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവുക. അതിൽ എത്ര എണ്ണം കറക്റ്റ് എത്ര എണ്ണം റോങ് എന്ന് മനസ്സിലാക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. RAS റീസണിങ് ആൻഡ് അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഒരു അസേർഷൻ സ്റ്റേറ്റ്മെന്റും ഉണ്ടാവും, റീസണും ഉണ്ടാവും. രണ്ടും കറക്റ്റ് ആണോ രണ്ടും റോങ് ആണോ, രണ്ടും കറക്റ്റ് ആണെങ്കിൽ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസൺ, ഇങ്ങനെയുള്ളതാണ് ഓപ്ഷൻസ് ഉണ്ടാവുക. നിങ്ങൾ ആ ടൈപ്പ് ഫെമിലിയർ ആയിരിക്കും. നൗ
MA stands for match the following questions. ഫിസിക്സിൽ റീസണിങ് ആൻഡ് അസേർഷനും മാച്ച് ദ ഫോളോയിങ് ഒക്കെ വളരെ റെയർ ആണ്. ഇറ്റ് ഈസ് വെരി ഹൈ പ്രോബബിലിറ്റി ഉള്ളത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറച്ച് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ റെയർ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലമോ അല്ലെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ്ങോ കാണാനും സാധിക്കും. വിൽ ലുക്ക് അറ്റ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. നൗ ഫിസിക്കൽ വേൾഡിൻ്റെ അകത്തുനിന്ന് 2017 ആകെ ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. അത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആൻ എക്സ്പ്രഷൻ ബേസ്ഡ് ആണ്. 2018 അഗൈൻ ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ അത് സ്ക്രൂ ഗേജ് വിത്ത് സീറോ എറർ ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് സ്ക്രൂ ഗേജിന് മെഷർമെന്റ് എടുക്കാൻ അറിയാം. സീറോ എറർ വരുന്ന കേസിൽ എങ്ങനെ മെഷർമെന്റ് എടുക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് 2018 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. രണ്ടും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്, 17 18. നൗ 19 രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. നൗ കോൺസെപ്റ്റ്സ് വന്നിട്ടുള്ളത് പ്രോപ്പഗേഷൻ ഓഫ് എറേഴ്സ്. ഒരു എക്സ്പ്രഷനിൽ ഇൻഡിവിജ്വൽ ടേംസിൽ എറർ ഉണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ എറർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ എറർ പ്രൊപ്പഗേറ്റ് ചെയ്യുക ഇൻ ദി എൻറ്റയർ എക്സ്പ്രഷൻ എന്നുള്ളതാണ് ആ കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അത് നമ്മൾ പഠിക്കുന്നതാണ്. വളരെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളൊരു ഒരു കോൺസെപ്റ്റ് ആണത്. പിന്നെ യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അത് അടുത്ത സെക്ഷൻ 2019 ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള. നൗ 2020 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 തിയറി ടൈപ്പ് ക്വസ്റ്റ്യനും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും. കോൺസെപ്റ്റ്സ് വന്നിട്ടുള്ളത് പെർസെൻറ്റേജ് എറർ, റിലേറ്റീവ് എറർ, ആൻഡ് ദെൻ യു ഹാവ് റിലേഷൻ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് റേഡിയൻ, ഒരു കൺവേർഷൻ പോലെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ദെൻ യു ഹാവ് സംതിങ് കോൾഡ് സ്ഫെറോമീറ്റർ. ഇത്രയും കോൺസെപ്റ്റ്സിനാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 2021 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ 3 ക്വസ്റ്റ്യനും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ ഡയമെൻഷൻ ഇൻ ടേംസ് ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡയമെൻഷൻ ഓഫ് എക്സ്പ്രഷൻസ്, സ്ക്രൂ ഗേജ്, ഈ 3 ക്വസ്റ്റ്യൻ കോൺസെപ്റ്റ്സിനുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇൻ 2021. നോക്കൂ, സ്ക്രൂ ഗേജ് എന്നുള്ള കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡയമെൻഷൻ അനാലിസിസും ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുക. ചില ചാപ്റ്റേഴ്സിന് ചില കോൺസെപ്റ്റുകൾ വളരെയധികം തവണ റിപ്പീറ്റ് ചെയ്ത് കോൺസെപ്റ്റ്സിൽ വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. നൗ 2022 അഗെയിൻ 3 ക്വസ്റ്റ്യൻസ്, 2 തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. കോൺസെപ്റ്റ്സ് വന്നിട്ടുള്ളത് ആൻഡ് ദർ ആക്ച്വലി 4 ക്വസ്റ്റ്യൻസ് ദർ. 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു മാച്ച് ദ ഫോളോയിങ്, 2 തിയറി ക്വസ്റ്റ്യൻസ്, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്. നൗ അതിൽ കോൺസെപ്റ്റ്സ് വന്നിട്ടുള്ളത് ഡയമെൻഷണൽ ഫോർമുല ആൻഡ് കറസ്പോണ്ടിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദെൻ യു ഹാവ് പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, ആൻഡ് ദെൻ യു ഹാവ് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് കൺസിഡറിങ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഈ ഡയമെൻഷണൽ ഫോർമുല ആൻഡ് കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി എന്നുള്ള സെക്ഷൻ ആയിരിക്കണം മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ടാവുക. കുറേ ക്വാണ്ടിറ്റീസ് തരും, കുറേ ഡയമെൻഷണൽ ഫോർമുലാസ് തരും, അത് മാച്ച് ചെയ്യേണ്ടിയാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. Now 2023 യു ജസ്റ്റ് ഹാവ് 2 ക്വസ്റ്റ്യൻസ്. ഒരെണ്ണം ടൈപ്സ് ഓഫ് എറേഴ്സിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഒരെണ്ണം പെർസെൻറ്റേജ് എററിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെർസെൻറ്റേജ് എറർ ബേസ് ഉള്ള ക്വസ്റ്റ്യൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് എപ്പോഴും പഠിച്ചു വെക്കുക. അത് പഠിക്കാൻ ബുദ്ധിമുട്ടുമില്ല. പെർസെൻറ്റേജ് മാക്സിമം പെർമിസിബിൾ പെർസെൻറ്റേജ് എററും മാക്സിമം പെർമിസിബിൾ റിലേറ്റീവ് എററും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നൗ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഓർമ്മിച്ച് വെക്കേണ്ട, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള സെക്ഷൻസ് ആണ്. അതിൽ ആദ്യത്തേത് വെർനിയർ കാലിപ്പേഴ്സ് ആണ്. നിങ്ങൾക്കറിയാം, സ്ക്രൂ ഗേജ് പോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് വെർനിയർ കാലിപ്പർ. വിത്ത് ആൻഡ് വിത്തൗട്ട് എറർ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് വെർനിയർ കാലിപ്പേഴ്സ്. നൗ റൂൾസ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നുള്ള ചോദ്യം വളരെ പോസിബിൾ ആണ്. നൗ മെത്തേഡ്സ് ടു മെഷർ ക്വാണ്ടിറ്റീസ് ഇൻഡിറക്ട്ലി, അത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ട്രയാങ്കുലേഷൻ മെത്തേഡ്, പിന്നെ നമ്മൾ പാരലാക്സ് മെത്തേഡ് പോലത്തെ മെത്തേഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, വളരെ ലാർജ് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കോൺസെപ്റ്റ്സ് നോക്കി വെക്കുക, ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണ്. ആൻഡ് ദെൻ യു ഹാവ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് ഇൻ ഇക്വേഷൻസ്. ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ആ എക്സ്പ്രഷൻ്റെ അകത്ത് ഏതെങ്കിലും 1-2 ഫാക്ടേഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ എക്സാക്ട്ലി സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. ആ കോൺസെപ്റ്റ് ബേസ് ചെയ്ത ഇക്വേഷൻ ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങൾക്ക് അത് വളരെ ഫെമിലിയർ ആയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. നൗ ദെൻ യു ഹാവ് കാൽക്കുലേറ്റിംഗ് കൺവേർഷൻ ഫാക്ടർ or converting physical quantities across units, that is real or hypothetical. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് they are all based on dimensional analysis. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. This is basically about the first section. Now
സെക്കൻഡ് സെക്ഷനിൽ വളരെ കൺസിസ്റ്റൻ്റ്ലി 1-2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സിൽ 2 ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ആ സെക്ഷൻ എന്ന് മനസ്സിലാക്കുക. മോഷൻ എ സ്ട്രേറ്റ് ലൈൻ പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 2017 ഒരു ക്വസ്റ്റ്യൻ യൂണിഫോം മോഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ആ പ്രോബ്ലം. ഒരു എസ്കലേറ്റർ, പ്രീതി റൺസ് അക്രോസ് ആൻ എസ്കലേറ്റർ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇറ്റ്സ് എ വെരി കോമൺലി റീവിസിറ്റഡ് ക്വസ്റ്റ്യൻ വെൻ യു സ്റ്റഡി ദിസ് ചാപ്റ്റർ എവറി ഇയർ. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. രണ്ടാമത്തത് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ കാണുന്ന കുറച്ച് സെക്ഷൻസ് ആണത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നൗ 2019 ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് അബൌട്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അഗൈൻ യൂണിഫോം മോഷനുള്ള, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനുള്ള ഇക്വേഷൻസിന്റെ ബേസിസ് ആ ക്വസ്റ്റ്യൻ വരുന്നത്, ആ കോൺസെപ്റ്റ് വരുന്നത്. നൗ 2020 ഫ്രീ ഫോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. നൗ 2021 there are 2 questions, both numerical. ഒരെണ്ണം ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് ആൻഡ് ദെൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ യൂണിഫോം ആക്സലറേഷൻ ബേസ്ഡ് ആണ്. ഈ രണ്ടും ശരിക്കും ബേസിക്കലി ഒരേ സെക്ഷനിൽ വരുന്നത് തന്നെയാണ്, ഒരേ പാരന്റ് സെക്ഷനിൽ വരുന്നതാണ് ഈ 2 ക്വസ്റ്റ്യൻസും. നൗ 2022 you have 2 questions again, both numerical. Distance covered in n second. നോക്കൂ, ഇത് തൊട്ടടുത്ത വർഷം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ യു ഹാവ് വെലോസിറ്റി ഫ്രം xt ഗ്രാഫ്. അത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നൗ 2023 2 ക്വസ്റ്റ്യൻസ് അഗൈൻ, ഒന്ന് ആവറേജ് വെലോസിറ്റി, ഒരെണ്ണം ഫ്രീ ഫോൾ. ഇതൊക്കെ നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു റിവൈസ് ഓൾ ദോസ് സെക്ഷൻസ് വെരി ക്വിക്ലി. എറേഴ്സ് വരാത്ത രീതിയിൽ അത് പഠിച്ചു വെക്കാം. നൗ മറ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്ന് പറയുമ്പം ഇതിൽ പെട്ടെന്ന് കാണാത്തതാണ് ഇനി എഴുതുന്നത്, മനസ്സിലാക്കുക. കാൽക്കുലസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻവോൾവിംഗ് പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അതിൽ കാണുന്നില്ല. നിങ്ങൾക്ക് പൊസിഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തരും, വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം കാണണം, അല്ലെങ്കിൽ ആക്സലറേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം കാണണം, അല്ലെങ്കിൽ ആക്സലറേഷൻ 0 ആവുന്ന സമയത്തുള്ള വെലോസിറ്റി കാണണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നന്നായി നോക്കി വെക്കുക. നൗ ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് മോഷൻ യൂസിങ് VT, AT, VX ഗ്രാഫ്സ്. ഇറ്റ്സ് എ വെരി കോമൺ തിങ്. XT ഗ്രാഫിൻ്റെ എഴുതാത്തത് അത് ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ കാണുന്ന സെക്ഷൻസ് ഒന്നും നമ്മൾ കഴിയുന്നതും താഴേക്ക് എഴുതിയിട്ടുണ്ടാവില്ല. ഓൾറൈറ്റ്. നൗ and then another important concept is distance versus displacement. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര കാലം കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യൻ എപ്പോഴും റെലവൻസ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിൽ അത് മാറി മാറി ചോദിക്കാൻ പറ്റും. and then you have relative velocity based questions. That is also very probable. All right. Now തേർഡ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ, തേർഡ് സെക്ഷനിലേക്ക് പോകുമ്പോൾ യു ഹാവ് മോഷൻ ഓൺ എ പ്ലെയിൻ. മോഷൻ ഓൺ എ പ്ലെയിൻ ആകെ തുക 9 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് മൊത്തം ഇൻ ടോട്ടൽ. 2017 ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ആൻഡ് ദാറ്റ് ഈസ് ഫ്രം ഫൈൻഡിങ് ആക്സിലറേഷൻ ഫ്രം പൊസിഷൻ ഫംഗ്ഷൻ പാരാമെട്രിക് ഫോം. എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തരും, വൈ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തരും. അത് വെച്ചിട്ട് നിങ്ങൾ വെലോസിറ്റിക്കും ആക്സിലറേഷനുള്ള എക്സ് കോമ്പണൻസും വൈ കോമ്പണൻസും ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ യു ഡു ദ വെക്ടർ അറേഞ്ച്മെന്റ് ടു ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഓൾറൈറ്റ്. നൗ 2018 ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. 19 4 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൽ 3 ന്യൂമറിക്കൽ ആയിരുന്നു, ഒരെണ്ണം തിയറി ടൈപ്പ് ആയിരുന്നു. ന്യൂമറിക്കലിൽ റിവർ ക്രോസിംഗ് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. റിസൾട്ടന്റ് ഓഫ് വെക്ടേഴ്സിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട്. യൂണിഫോം സർക്കുലർ മോഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദാറ്റ് ഇസ് റേഷ്യോ ഓഫ് ടൈം പീരീഡ്സ് ബേസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ആക്ച്വലി ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം യൂണിഫോം സർക്കുലർ മോഷൻ based on ratio of time periods. Now projection of uniform circular motion is another concept based on which questions came in 2019. Now 3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും ഒരു തിയറി ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. 2020 ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഈ മോഷൻ ഓൺ എ പ്ലെയിൻ പോലത്തെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററിന്റെ ബേസ് ക്വസ്റ്റ്യൻസ് അവിടെ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ ചാപ്റ്ററിന്റെ റെലവൻസിനെ ഒട്ടും കുറച്ച് കാണരുത്. മറ്റ് ചാപ്റ്ററുകളിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഒരുപാടെണ്ണം ഈ ചാപ്റ്ററിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്നതിന്റെ ഭാഗമായിട്ട് മറ്റ് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബേസിക്കലി ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒട്ടും ഈ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറച്ച് കാണരുത്. Now 2021 യൂണിഫോം സർക്കുലർ മോഷൻ പ്ലസ് പ്രൊജക്ടൈൽ മോഷൻ ഉള്ള ഒരു കമ്പൈൻഡ് കോൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സിമിലർ ക്വസ്റ്റ്യൻ ജി മെയിൻസിന് കഴിഞ്ഞ വർഷം, ഈ വർഷത്തെ ഫസ്റ്റ് സെഷനിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. Now 2022 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. One is based on equations of motion for uniform angular acceleration and the other question is based on projectile motion. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും പ്രൊജക്ടൈൽ മോഷൻ എത്രമാത്രം ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന്.
2023 ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രൊജക്ടൈൽ മോഷൻ അഗൈൻ. വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു സെക്ഷനാണ് പ്രൊജക്ടൈൽ മോഷൻ. ആ ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നൗ അതർ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ 2D മോഷൻ യൂസിങ് വെക്ടേഴ്സ്, പൊസിഷൻ വെക്ടർ, വെലോസിറ്റി വെക്ടർ, ആക്സലേഷൻ വെക്ടർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ദാറ്റ് ഇസ് ബുള്ളറ്റ് ഫയർഡ് ഹൊറിസോണ്ടലി, അതിന് എത്ര ഡിപ്പ് വരും, എത്ര ഹൈറ്റിലേക്ക് എയിം ചെയ്താലാണ് കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോസിബിൾ ആണ്. നൗ റെയിൻ അംബ്രല്ല പ്രോബ്ലം ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ റിസൾട്ടന്റ് ഓഫ് വെക്ടേഴ്സ്. നോക്കൂ, വെക്ടേഴ്സിന്റെ മാത്തമാറ്റിക്കൽ ആസ്പെക്ട് മാത്രം ടച്ച് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ റിസൾട്ടന്റ് ഓഫ് വെക്ടേഴ്സ്. നൗ റിലേറ്റീവ് മോഷൻ 2 dimension ആണ് അടുത്ത സെക്ഷൻ, അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ദാറ്റ്സ് ഓൾസോ സംതിങ് ദാറ്റ് യു കൻ ഈസിലി ഇവാലുവേറ്റ്. നൗ we will go to the next chapter, that is laws of motion. നോക്കൂ, laws of motion നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചാപ്റ്ററിലെ ലെങ്ത് നമ്മൾ മറ്റു പറഞ്ഞ പല ചാപ്റ്ററിൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും കോൺസെപ്ച്വലി വളരെ ഇമ്പോർട്ടൻറ്റും ഒരുപാട് ഗ്രാവിറ്റി ഉള്ള ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. നൗ 2017 4 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ആ ഒരൊറ്റ സെക്ഷനിൽ. വൺ ഇസ് ബേസ്ഡ് ഓൺ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് സ്പ്രിങ്സ്. വെരി യൂഷ്വൽ ക്വസ്റ്റ്യൻ. ചാപ്റ്റർ ആ സെക്ഷൻ ശരിക്കും വർക്ക് പവർ എനർജിയിലാണ് ഉള്ളതെങ്കിലും, സ്പ്രിംഗ് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഭാഗം ബുക്കിൽ വർക്ക് പവർ എനർജിയിലാണ് ഉള്ളതെങ്കിലും പലപ്പോഴും ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും അത് ഡീൽ ചെയ്യുക ലോസ് ഓഫ് മോഷനിൽ തന്നെയായിരിക്കും. നൗ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആൻഡ് ആക്ടിങ് ആസ് ടെൻഷൻ, മോഷൻ ഇൻ എ സർക്കിളിൽ ഉള്ള കേസാണിത്. ഒരു സ്ട്രിങ്ങിൽ ഒരു ബ്ലോക്ക് കെട്ടി കറക്കുന്ന സമയത്ത് വെർട്ടിക്കലാണെങ്കിലും ഹൊറിസോണ്ടൽ ആണെങ്കിലും ആ ടെൻഷൻ സെൻട്രിപീറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നൗ ഈക്വിലിബ്രിയം ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അടുത്തൊരു കോൺസെപ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ പല കോൺസെപ്റ്റ്സിനായിട്ട് 4 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് 2017. 18 there are 2 questions, one theoretical, one numerical. ഫ്രിക്ഷൻ ആണ് ഒരു കോൺസെപ്റ്റ്. രണ്ടാമത്തെ കോൺസെപ്റ്റ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അത് ആ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷനാണ്, മനസ്സിലാക്കി വെക്കുക. 19 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 1 question is ഫ്രം മോഷൻ ഓൺ എൻ ഇൻക്ലൈൻ പ്ലെയിൻ. ഇപ്പോൾ JEE മെയിൻസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു സെക്ഷനാണ് മോഷൻ ഓൺ എൻ ഇൻക്ലൈൻ പ്ലെയിൻ. നൗ രണ്ടാമത്തെ കോൺസെപ്റ്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്ലസ് ഫ്രിക്ഷൻ. ഒരു ചേംബർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ചേംബറിൻ്റെ വാൾ ഒരാൾ സ്റ്റേഷനറി ആയി നിൽക്കണമെങ്കിൽ വേണ്ട ആംഗുലർ വെലോസിറ്റിയുടെ കോൺസെപ്റ്റാണ് ആ ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, അത് 2 കോൺസെപ്റ്റ് ഇൻവോൾവ് ആണ് അതിൻ്റെ അകത്ത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നുള്ള കോൺസെപ്റ്റും ആൻഡ് ദെൻ ഓൾസോ ഫ്രിക്ഷൻ എന്നുള്ള കോൺസെപ്റ്റും രണ്ടും അതിൽ വരുന്നുണ്ട്. നൗ 2020 കണക്റ്റഡ് ബോഡി മോഷൻ വിത്ത് ഫ്രിക്ഷൻ, ഒറ്റ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനേ ഉള്ളൂ. കണക്റ്റഡ് ബോഡി പ്രോബ്ലംസ് ഒരുപാട് നമ്മൾ ചെയ്യുന്നതാണ് ലോസ് ഓഫ് മോഷനിൽ. വളരെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കണമെന്നില്ല. വളരെ കോമ്പോസിറ്റ് ആയിട്ടുള്ള പുള്ളി സിസ്റ്റംസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കിയില്ലെങ്കിൽ വലിയ ഇഷ്യൂ ഇല്ല. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് വരുന്നല്ല. ആ രീതിയിലുള്ള വളരെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ കണക്റ്റഡ് ബോഡി പ്രോബ്ലംസിൻ്റെ ഫണ്ടമെൻ്റൽ കേസുകൾ എല്ലാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതൊക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റിയിട്ടുള്ള ക്വിക്ക് ഫോർമുലാസും കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് ഓർത്ത് വെക്കുക. നൗ 2021 there are no questions to be seen. 22 linear momentum conservation in explosions വളരെ കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണാണ്, ഒരു ഷെൽ എക്സ്പ്ലോഡ് ചെയ്യുന്നു, 2 പാർട്ട് ഓരോ ഭാഗത്തേക്ക് പോകുന്നു, 3ാമത്തെ പാർട്ട് എങ്ങോട്ട് പോകണം, എത്ര സ്പീഡിൽ പോകണം എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 3 പാർട്ടിക്കിൾ തന്നെ വേണമെന്നില്ല. ഒരു ഷെൽ എക്സ്പ്ലോഡ് ചെയ്യുന്ന 2 പാർട്ടിക്കിൾസ് ആയിട്ടും ആ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതാണ് 22 ചോദിച്ചിട്ടുള്ളത്. 23 ന്യൂട്ടൺ സെക്കൻഡ് ലോ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് പ്ലസ് ഫ്രിക്ഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഒരെണ്ണം തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ഒരെണ്ണം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കമ്പൈൻഡ് കോൺസെപ്റ്റ്, റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് പ്ലസ് ഫ്രിക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കൂ, ഈ 2 കോൺസെപ്റ്റിലും ഇപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്ലസ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, ഒരു ചേംബറിൻ്റെ ഒരു റൊട്ടേറ്റിംഗ് സിലിണ്ടറിക്കൽ ചേംബറിൻ്റെ വാളിൽ ഒരാൾ സ്റ്റഡി ആയി നിൽക്കാൻ വേണ്ടി, റഫ് ആയിട്ടുള്ള വാളിൽ സ്റ്റഡി ആയി നിൽക്കാൻ വേണ്ടി ഏത് ഒമേഗയിൽ കറക്കണം ഒന്ന്. രണ്ടാമത്തത്, ഒരു ഡിസ്കിൻ്റെ മുകളിൽ റൊട്ടേറ്റിംഗ് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കോയിൻ സ്റ്റേഷനറി ആയി നിൽക്കണമെങ്കിൽ ആ ഡയൽ എത്ര പരമാവധി ആംഗുലർ വെലോസിറ്റിയിൽ കറക്കാം എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഈ 2 ക്വസ്റ്റ്യൻസും ഇതേ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ റെപ്പിറ്റേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ദിസ് ഇസ് വെയർ ഇറ്റ് ഹാസ് ബീൻ ആസ്ക്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതേ കോൺസെപ്റ്റ്, അതേ കോമ്പിനേഷൻ എഗെയിൻ വന്നിട്ടുണ്ട്. നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ആ ഭാഗങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഈ 2 ക്വസ്റ്റ്യൻസും ഇതിൽ വരുന്നതാണ്.
Now again, other important sections, Atwood machine and similar basic connected body problems. Atwood machine is simply two masses connected with a string passing over a pulley. അത് നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ടെൻഷനും ആക്സിലറേഷൻ ഓഫ് സിസ്റ്റം ഒക്കെ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. സിമിലർലി യു ഹാവ് അതർ കണക്റ്റഡ് ബോഡി പ്രോബ്ലംസ് ഓൾസോ. ഒരു സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ സർഫസ് ആൻഡ് ദെൻ ദർ ഇസ് എ വെർട്ടിക്കൽ സർഫസ്. ഒരു ബ്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. പിന്നെ ദർ ആർ ടു ഇൻക്ലൈൻഡ് സർഫസസ്, ദർ ആർ ടു ബ്ലോക്സ് ഓൺ ദ സൈഡ് പാസിംഗ് ഓവർ എ പുള്ളി. അപ്പോൾ അങ്ങനത്തെ കേസസ് ഒക്കെ ബേസിക് കേസുകൾ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുള്ളി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും, അതായത് കോമ്പോസിറ്റ് പുള്ളി സിസ്റ്റംസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ ഈ സെക്ഷനിൽ ചോദിച്ചു കണ്ടിട്ടില്ല. നൗ ദെൻ യു ഹാവ് ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ്. ഒരുപാട് ഫോഴ്സുകൾ തരും. അതിൽ ഒരെണ്ണത്തിൻ്റെ പാരാമീറ്റേഴ്സ് അറിയുണ്ടാവില്ല. ഇക്വിലിബ്രിയത്തിലാണ് സിസ്റ്റം എങ്കിൽ അയാളുടെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എത്ര, വെർട്ടിക്കൽ എത്ര, അല്ലെങ്കിൽ നെറ്റ് വാല്യൂ എത്ര എന്ന് കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദാറ്റ്സ് ഓൾസോ ന്യൂമറിക്കലി ഇവാലുവേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ്സ് വെരി ഈസി. നൗ ദെൻ യു ഹാവ് സ്റ്റാറ്റിക് ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഗ്രാഫ് ഓർത്ത് വെക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷനും അപ്ലൈഡ് ഫോഴ്സും ഫ്രിക്ഷനെയും ബേസ് ചെയ്തൊരു ഗ്രാഫ് നിങ്ങൾ വരയ്ക്കും. അതിൽ ഏത് ഭാഗത്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക, ഏത് ഭാഗത്താണ് കൈനറ്റിക് ഉണ്ടാവുക, അങ്ങനത്തെ കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. നൗ then you have safe speed for vehicles on rough curves, banked and unbanked. റഫ് ആയിട്ടുള്ള ഒരു കേർവ്ഡ് റോഡിൽ ബാങ്കിങ് ഉണ്ടെങ്കിലും ബാങ്കിങ് ഇല്ലെങ്കിലും ഉള്ള സേഫ് സ്പീഡ് ഫോർ എ വെഹിക്കിൾ ടു ടേക്ക് ദ ടേൺ ആണ് ഓർത്ത് വെക്കേണ്ടത്. സെക്കൻഡ് തിങ് ഈസ് സേഫ് സ്പീഡ് ഓഫ് വെഹിക്കിൾസ് ഓൺ എ സ്മൂത്ത് ബാങ്ക്ഡ് കേർവ്. രണ്ടും നിങ്ങൾക്ക് മാറി മാറി ചോദിക്കാൻ പറ്റും. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ആ സെക്ഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. നൗ നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് വർക്ക് പവർ എനർജി. വർക്ക് പവർ എനർജി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദീസ് 15 ക്വസ്റ്റ്യൻസ്. മറ്റ് ചാപ്റ്റർ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓസിലേഷൻസിലും പലപ്പോഴും റൊട്ടേഷണൽ ഡൈനാമിക്സിലൊക്കെ നിങ്ങൾ ഇതിൻ്റെ എക്സാക്ട് കോൺസെപ്റ്റ്സ് ഒരുപാട് തവണ യൂസ് ചെയ്യുന്നതായിരിക്കും. ചോദിച്ച ഭാഗങ്ങൾ, സ്പെസിഫിക്കലി ചോദിച്ച ഭാഗങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. 17 ഒറ്റ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് ഫ്രം വർക്ക് എനർജി തിയറം. 18 3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആൻഡ് ദാറ്റ് ഇസ് ബേസിക്കലി ഫ്രം കോൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, വർക്ക് എനർജി തിയറം അഗൈൻ, ആൻഡ് കൊല്യൂഷൻസ്, കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഓൾറൈറ്റ്. നൗ 19 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു തിയറി ക്വസ്റ്റ്യനും 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും. ഒരു ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻസ് ആയിരുന്നു. ഇനി ഒരെണ്ണം മോഷൻ ഇൻ എ വെർട്ടിക്കൽ സർക്കിൾ, വെരി വെരി കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. ആൻഡ് ദെൻ യു ഹാവ് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. ഇതൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും പഠിക്കുന്ന ബേസിക് സെക്ഷൻസ് തന്നെയാണ്. ആൻഡ് റിമെമ്പർ, ഈ ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസിലുള്ള വെലോസിറ്റി ഓഫ് കൊളൈഡിങ് പാർട്ടിക്കിൾസിനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം എടുക്കും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. നൗ 2020 again one question, and that is from motion in a vertical circle. Again നോക്കൂ എത്ര തവണയാണ് ആ കോൺസെപ്റ്റിനെ റിപ്പീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. Now 2021 there are 3 questions, 3 numerical questions, and the concepts are conservation of mechanical energy, efficiency of a device that is based on output power by input power, and then you have linear impulse on collision. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് 2021 ചോദിച്ചിട്ടുള്ളത്. 3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2022 നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വൺ ഇസ് ഫ്രം റിലേഷൻ ബിറ്റ്വീൻ എനർജി, പവർ ആൻഡ് ടൈം, ആൻഡ് ദി അതർ വൺ ഇസ് പവർ ഡ്രൈവിംഗ് എ ലിഫ്റ്റ്. നൗ 2 ന്യൂമറിക്കൽ ആയിരുന്നു കേട്ടോ. 2023 there are again 2 numerical questions. One is based on elastic potential energy in a spring. നോക്കൂ, സ്പ്രിംഗ് ഫോഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ലോസ് ഓഫ് മോഷനിൽ മനസ്സിലാക്കാം. സ്പ്രിംഗ് ഫോഴ്സിലുള്ള എനർജി സ്റ്റോർഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക് പവർ എനർജിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ യു ഹാവ് എ ബുള്ളറ്റ് ബ്ലോക്ക് പ്രോബ്ലം. Now these are the 2 questions from work power energy in 2023. Now remember, റീസെൻ്റ് ആയിട്ട് വളരെ കൺസിസ്റ്റൻ്റ്ലി 3 or 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ട്രെൻഡാണ്. ഓരോ ചാപ്റ്ററിനും റീസെൻ്റ് ആയിട്ടുള്ള അവസ്ഥ എന്താണെന്നും കൂടെ നന്നായി നോക്കി വെക്കണം. അതായത് ഒരു 21, 22, 23 ഹിസ്റ്ററി എന്താണെന്നുള്ളത് നന്നായി നോക്കി വെക്കുക. ദാറ്റ് ഇസ് ഹൗ ദീസ് എക്സാംസ് ആർ ഇൻ എ വെരി റീസെൻറ്റ് ടൈം ഫ്രെയിം. അപ്പോൾ അതും ഒന്ന് നന്നായി നോക്കി വെക്കണം, നല്ലതാണ്. നൗ അതർ സെക്ഷൻസ് ശ്രദ്ധിക്കേണ്ട. അതർ സെക്ഷൻസ് കോൺസർവേറ്റീവ് ആൻഡ് നോൺ കോൺസർവേറ്റീവ് ഫോഴ്സസ് ആ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ്. അവിടെ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല കഴിഞ്ഞ 7 years. പക്ഷേ അത് that's very highly probable to be, to come back again. Now inelastic collisions and perfectly inelastic collisions ന്റെ സെക്ഷൻ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഇലാസ്റ്റിക് കൊളീഷൻസിൻ്റെ ഇക്വേഷൻ പഠിക്കുമ്പം നല്ലത് ഇനിലാസ്റ്റിക് കൊളീഷൻസിൻ്റെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ പഠിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് E1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ദ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻസ്. അതാണ് ഏറ്റവും ഐഡിയൽ. Now energy loss during inelastic collisions is a very commonly quizzed question in very
commonly quizzed concept in G-Mains. അപ്പോൾ അതും നന്നായി നോക്കി വെക്കുന്നത് നല്ലതാണ്. നീറ്റിലും അത് ചോദിക്കാനുള്ള ചാൻസസ് ഹൈ ആണ്. അത് വലിയ ബുദ്ധിമുട്ടില്ല. ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ട്. ആ ഫോർമുല എങ്ങനെയാണ് വരുന്നതെന്നും എങ്ങനെയാണ് അത് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു കെൻ ഈസിലി സോൾവ് ഇറ്റ്. നൗ നെക്സ്റ്റ് 6 ഈസ് റൊട്ടേഷണൽ മോഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഹിറ്റും കൗണ്ടും കിട്ടിയ ക്വസ്റ്റ്യൻസ് ചാപ്റ്ററാണ്, സെക്ഷനാണ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷനിൽ 17ൽ 3 ക്വസ്റ്റ്യൻസ്, 2 എണ്ണം ന്യൂമറിക്കൽ, 1 എണ്ണം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഈ എന്താ പറയുക കോൺസെപ്റ്റുകളുടെ എണ്ണം കുറച്ചുകൂടി അധികം കൂടുന്നത്. നൗ ആംഗുലർ മൊമെന്റം കോൺസർവേഷൻ എപ്പോഴും ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. പല രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ യു ഹാവ് എനർജി ലോസ് ബൈ റൊട്ടേറ്റിംഗ് ഡിസ്ക്സ് ഇൻ കോൺടാക്ട്. സെയിം ക്വസ്റ്റ്യനിൽ വരുന്നതാണത്. ആംഗുലർ മൊമെന്റം കോൺസർവേഷൻ ആണ് ആ ക്വസ്റ്റ്യൻ്റെ ബേസ് കോൺസെപ്റ്റ്. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ എനർജി ലോസ്റ്റ് ബൈ റൊട്ടേറ്റിംഗ് ഡിസ്ക് ഡ്യൂറിംഗ് കോൺടാക്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നൗ ആംഗുലർ ആക്സിലറേഷൻ ഓഫ് റൊട്ടേറ്റിംഗ് സിലിണ്ടർ, അനദർ ക്വസ്റ്റ്യൻ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, കപ്പിൾ. ഇത്രയും കോൺസെപ്റ്റുകളിൽ നിന്നാണ് 2017 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കോൺസെപ്റ്റിൻ്റെ എണ്ണം കൂടാൻ കാരണം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടും മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ വന്നതുകൊണ്ടും ആയിരിക്കണം. നൗ നെക്സ്റ്റ് 2018 4 ക്വസ്റ്റ്യൻസ് ആണ്, 3 ന്യൂമറിക്കൽ, 1 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. ആംഗുലർ മൊമെന്റം കോൺസർവേഷൻ അഗൈൻ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സെക്ഷനാണ് അതിൻ്റെ അകത്ത്. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ഇൻ എ ഷോർട്ട് വൈൽ. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, ദാറ്റ് ഇസ് ട്രാൻസ്ലേഷണൽ എന്താ പറയുക റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ആ കോൺസെപ്റ്റുകളാണ്. ആൻഡ് ദെൻ യു ഹാവ് വർക്ക് done in stopping a rotating body, that's another question. Torque based questions. ഇത്രയും കോൺസെപ്റ്റുകളാണ് 2018 ചോദിച്ചിട്ടുള്ളത്, 4 ക്വസ്റ്റ്യനിൽ ആയിട്ട് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഈസ് an interesting thing to discuss. നമുക്ക് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് സിലബസിൽ പലപ്പോഴും കാണാറില്ല, പക്ഷേ അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും പേപ്പറിൽ വരാറുണ്ട്. ഇപ്പോൾ ഈ കൊല്ലത്തെ സിലബസ് ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് കാണുന്നുണ്ടാവില്ല. പക്ഷേ ദാറ്റ് വാസ് ദ സെയിം കേസ് ഫോർ ജെ മെയിൻസ് ഓൾസോ. പക്ഷേ ജെ മെയിൻസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആസ് ഇറ്റ് ഈസ് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അതിനെ കമ്പൈൻഡ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. അതിലൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആയി മാറുക. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് ചോദിച്ച് കാണുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി സേഫ് ടു സ്റ്റഡി ഇറ്റ്. നിങ്ങൾ ആ എക്സാം ഹാൾ അത് കാണുമ്പോൾ ടെൻഷൻ ആവാതിരിക്കാനും പെർപ്ലക്സ്ഡ് ആവാതിരിക്കാനും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇറ്റ്സ് എ വെരി ഈസി തിങ്സ് ടു സ്റ്റഡി. അതിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഒരു റോളിംഗ് ബോഡിയുടെ റേഷ്യോ ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജി ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, KE റോട്ട് ബൈ KE ടോട്ട്, KE ട്രാൻ ബൈ KE ടോട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് നോക്കേണ്ടുള്ളൂ. അതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. നൗ 2019 again rolling without slipping, total energy, work done in stopping a rotating cylinder. 2 concepts ആണ് question ചോദിച്ചിട്ടുള്ളത്. There are 2 questions, both numerical questions. 2020 ചോദിച്ചിട്ടുള്ളത് 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അഗൈൻ ദാറ്റ് ഇസ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ. സെൻറ്റർ ഓഫ് മാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷനാണ് ആ ചാപ്റ്ററിലുള്ള. ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പോയിന്റ് മാസുകൾ പല ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ യു ഹാവ് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് റൊട്ടേറ്റിംഗ് വീൽ, 2 ക്വസ്റ്റ്യൻസ്. 21 മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് റൊട്ടേഷണൽ ഈക്വിലിബ്രിയം, ഈ 2 കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2 ന്യൂമറിക്കലാണ്. നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ ഡെൻസിറ്റി ഭയങ്കര ഹൈ ആണ് റൊട്ടേഷണൽ മോഷനിലുള്ള ചാപ്റ്ററിൽ, റൊട്ടേഷണൽ മോഷനിൽ. നൗ നെക്സ്റ്റ് വൺ 2022 സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ അഗെയിൻ റിട്ടേൺ ചെയ്തു. ദെൻ യു ഹാവ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. വളരെ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. I = mk² ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ദെൻ യു ഹാവ് 2 ക്വസ്റ്റ്യൻസ് ഇൻ ദാറ്റ് ഇയർ. 23 യു ഹാവ് 2 ക്വസ്റ്റ്യൻസ് അഗൈൻ, ഒരെണ്ണം ന്യൂമറിക്കലും ഒരെണ്ണം തിയറി ടൈപ്പും ആയിരുന്നു. കോൺസെപ്റ്റ്സ് റേഡിയസ് ഓഫ് ഗൈറേഷനും ഡയറക്ഷൻ ഓഫ് ആംഗുലർ ആക്സിലറേഷനും. Alright, these are the 2 concepts based on which questions came in 2023. Recent ആയിട്ടുള്ള ട്രെൻഡ് നോക്കുക, 2 questions each ഫോളോ ചെയ്തിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 5 വർഷമായിട്ടും അത് ഫോളോ ചെയ്തിട്ടുണ്ട്. നന്നായി നോക്കുക. അതർ സെക്ഷൻസ് ഓർത്ത് വെക്കേണ്ടത്, സെൻറ്റർ ഓഫ് മാസ് ഓഫ് കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻസ്, ദാറ്റ് ഇസ് വൺ തിങ്. ഡിസ്ക്രീറ്റ് അല്ല, കണ്ടിന്യൂസ്. ഇപ്പോൾ ഒരു റോഡ് ഉണ്ട്, ആ റോഡിൽ വേരിയിങ് ഡെൻസിറ്റിയാണ്, അപ്പോൾ ആ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ് ഉണ്ടാവുക, അങ്ങനത്തെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ദെൻ യു ഹാവ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് കോമ്പോസിറ്റ് ബോഡീസ്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
നോക്കൂ, ഒരു സ്ഫിയർ ഉണ്ട്, ഒരു റോഡ് ഉണ്ട്, ഈ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു റോഡിന്റെ രണ്ടറ്റത്ത് രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 റിങ്ങുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കോമ്പസിറ്റ് ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എനി ആക്സിസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ യു ഹാവ് ലാഡർ പ്രോബ്ലം. ഒരു സർഫസ്, ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വാളും ഒരു ഫ്ലോറും ഉള്ള സർഫസിൽ ലാഡർ വെച്ചിട്ടുണ്ട്. ലാഡറിന്റെ ഇക്വിലിബ്രിയം സോൾവ് ചെയ്യുക. എത്രയാണ് അതിന്റെ ഫ്രിക്ഷൻ വരിക, ഫ്ലോർ എന്നുള്ള ഫ്രിക്ഷൻ എത്രയാണ്, വാൾ എന്നുള്ള റിയാക്ഷൻ എത്രയാണ്, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. നൗ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ ആക്സിസ് തിയറം നന്നായി ശ്രദ്ധിക്കുക. ഈ തിയറം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ഭാഗം ആൻസർ ചെയ്യാൻ പറ്റുക. ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് കോമ്പോസിറ്റ് ബോഡീസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് നന്നായി ശ്രദ്ധിക്കുക. 7 ഗ്രാവിറ്റേഷൻ ഫ്രീക്വന്റ്ലി ക്വിസ്ഡ് ആണ്. റീസെന്റ് ഇയേഴ്സിൽ കൺസിസ്റ്റന്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ വീതം തരുന്നതാണ്. 17ൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യൻസ്, ഒന്ന് ന്യൂമറിക്കൽ, ഒന്ന് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വേരിയേഷൻ ഇൻ ജി ഡ്യൂ ടു ഹൈറ്റ് ആൻഡ് ഡെപ്ത്, വെരി കോമൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ചാപ്റ്ററിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആൻഡ് ക്വസ്റ്റ്യൻ ആണത്. ആൻഡ് ദെൻ യു ഹാവ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. അതായത് അടുത്ത വർഷം 2018 2 ക്വസ്റ്റ്യൻ ചോദിച്ചു, രണ്ടും തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദാറ്റ്സ് ആക്ച്വലി എ റേറിറ്റി ഇൻ റീസെന്റ് ടൈംസ്. ദെൻ യു ഹാവ് ഒന്ന് കെപ്ലേഴ്സ് ലോ, ആൻഡ് ദെൻ യു ഹാവ് ചേഞ്ച് ഇൻ ജി ഡ്യൂ ടു റിവൈസ്ഡ് ക്യാപിറ്റൽ ജി. നോക്കൂ, ക്യാപിറ്റൽ ജിയിൽ റിവിഷൻ നടത്തി കഴിഞ്ഞാൽ സ്മോൾ ജിയിൽ എന്ത് മാറ്റം വരും എന്നുള്ള ബേസിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് കെപ്ലേഴ്സ് ലോ എന്നും ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് 2018. 2019 തൊട്ട് അങ്ങോട്ട് പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചിട്ടുള്ളത് ഒരു വർഷം. 2022 യു ഹാവ് എ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമുക്ക് അതിലേക്ക് വരാം. 2019 2 ക്വസ്റ്റ്യൻസ്, 2 ന്യൂമറിക്കൽ, വേരിയേഷൻ ഇൻ ജി അഗൈൻ ഡ്യൂ ടു ഡെപ്ത്, ആൻഡ് ദെൻ യു ഹാവ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, 2 ക്വസ്റ്റ്യൻസ്. 2020 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ, അത് ന്യൂമറിക്കൽ ആയിരുന്നു. അഗൈൻ വേരിയേഷൻ ഇൻ ജി വിത്ത് ഡെപ്ത്. അതിന്റെ ഫ്രീക്വൻസി നോക്കുക, എത്ര തവണയാണ് ആ ക്വസ്റ്റ്യൻ, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. Now, 2021 again 2 questions. ഒന്ന് escape velocity based ആണ്, ഒന്ന് gravitational potential energy based ആണ്. Again repetition ഉണ്ട് അവിടെ. 22 ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ, 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരൊറ്റ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും ഒരെണ്ണം മാച്ച് ദ ഫോളോയിങ് ആണ്. Alright, now ആ ക്വസ്റ്റ്യൻസിൽ ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, പൊട്ടൻഷ്യൽ എനർജി, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഈ കോൺസെപ്റ്റ്സ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് കോൺസെപ്റ്റ്സ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് പ്യൂർലി ബിക്കോസ് യു ഹാവ് മാച്ച് ദ ഫോളോയിങ് കേസ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കോൺസെപ്റ്റുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ടാവുക. Now, next, 23 null point in a gravitational, 2 numerical questions ആണ്. ഒരെണ്ണം null point in a gravitational fieldും ഇനി ഒരെണ്ണം കെപ്ലേഴ്സ് തേർഡ് ലോ ബേസ്ഡ് ആണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനുള്ള പോസിബിലിറ്റി ഉള്ള സെക്ഷൻസ് ആണെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. Evaluation, mathematical evaluation will be required there. Okay, fine. Now, other concepts, other important concepts would be variation in small g due to Earth's rotation. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ആ ഒരു ഇഫക്റ്റ് കൊണ്ടുള്ള വേരിയേഷൻ ജി, ഇക്വേറ്ററിൽ നിന്ന് പോൾ വരെ പോകുമ്പോൾ ഉള്ളത്, അതൊരു കോൺസെപ്റ്റ്. രണ്ടാമത്തെ വേരിയേഷൻ ജി ഡ്യൂ ടു ഫ്ലാറ്റനിങ് ഓഫ് എർത്ത്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പം അതൊന്ന് ഫ്ലാറ്റൻ ചെയ്യുന്നുണ്ട്. ഇക്വേറ്ററിലുള്ള സെൻറ്റർ എന്നുള്ള ദൂരം കുറച്ച് കൂടുകയും പോൾസ് എന്നുള്ള ദൂരം കുറച്ച് കുറയുകയും ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ ഫ്ലാറ്റനിങ്. അപ്പോൾ ഒരു വേരിയേഷൻ സ്മോൾ ജി ഉണ്ടാവും. അപ്പോൾ ആ കോൺസെപ്റ്റുകളും ഒന്ന് നോക്കി വെക്കുക. നൗ ഓർബിറ്റൽ വെലോസിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു സാറ്റലൈറ്റിന്റെ ഓർബിറ്റിന്റെ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ഓർബിറ്റൽ വെലോസിറ്റി, എനർജി ഓഫ് ദ സാറ്റലൈറ്റ്, ടോട്ടൽ എനർജി ഓഫ് ദ സാറ്റലൈറ്റ്, കൈനറ്റിക് എനർജി ഓഫ് സാറ്റലൈറ്റ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സാറ്റലൈറ്റ് ഇൻ ദാറ്റ് ഓർബിറ്റ്, ഈ കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത സെക്ഷൻ. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. നൗ അടുത്തത് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ആംഗുലർ മൊമെന്റം കോൺസർവേഷൻ ഇൻ ഓർബിറ്റൽ മോഷൻ. Alright, now ഇനി G in a hypothetical planet, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. These are the other concepts that you might be interested in. Now next section എന്ന് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഏറ്റവും കുറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു സെക്ഷനാണ് ഫസ്റ്റ് ഇയർ ഫിസിക്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് 5 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ 7 വർഷങ്ങളിലായിട്ട്. ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി ആൻഡ് 1 റീസണിങ് ആൻഡ് അസേർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ റേറിറ്റി അഗൈൻ. Now, 2017 ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആൻഡ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റേഡിയസ് ആണ്. ദാറ്റ് ഇസ് 1 ക്വസ്റ്റ്യൻ. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. 2018 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു ലോഡ് റിക്വയർഡ് ടു സ്ട്രെച്ച് എ വയർ ആണ് കോൺസെപ്റ്റ്. 2019 അഗൈൻ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഓർ എ വയർ ആണ് ആ കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ 2 വർഷം ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല.
2022 ഒരു റീസണിങ് ആൻഡ് അസേർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്പൈറൽ സ്പ്രിംഗ് ആൻഡ് റിജിഡിറ്റി മോഡുലസ്. സാധാരണ സ്പൈറൽ സ്പ്രിങ്ങിന് ഇലോങ്ങേഷൻ വരുമ്പം ഇലോങ്ങേഷൻ ആണെങ്കിൽ കൂടെ അവിടെ റിജിഡിറ്റി മോഡുലസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയി വരിക. കാരണം സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പം ഷേപ്പിലാണ് ചേഞ്ച് വരുന്നത്, സ്പ്രിങ്ങിൻ്റെ മെറ്റീരിയലിലെ ലെങ്ത്തിലല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണത്. ആൻഡ് യു ഹാവ് 2023 അഗൈൻ വൺ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഇതിൽ ഓർത്ത് വെക്കേണ്ട മറ്റ് കോൺസെപ്റ്റുകൾ നന്നായി മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒന്ന് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മെറ്റീരിയൽസ്. തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ഒരു സെക്ഷനാണ് ഇത്. കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. സിമിലർലി ഗ്രാഫ് ബേസ്ഡ് തിയററ്റിക്കൽ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ വേറൊരു സെക്ഷനാണ് ഇലാസ്റ്റിക് ഹിസ്റ്ററീസിസ്. Now, then you have thermal stress based questions. Then you have bending of a simple support bridge in the bending in a base question ചോദിക്കാം. Then elongation of wire or combination of wires. അതായത് രണ്ട് വയേഴ്സ് പാരലലി ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ട് വയേഴ്സ് സീരീസ് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഡ് കൊടുക്കുമ്പം ഈ ഓരോന്നിലും എത്ര എക്സ്റ്റൻഷൻ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ കോൺസെപ്റ്റുകൾ നന്നായി നോക്കി വെക്കുക. Now, 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് 11 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കൺസിസ്റ്റൻ്റ്ലി ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്. ലാസ്റ്റ് 2 years ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റൻ്റ്ലി ചോദിക്കുന്നുണ്ട്. ലെങ്തി ചാപ്റ്റർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റുകളുടെ ഒരുപാട് എണ്ണം ഉണ്ട്, ഏതെന്ന് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാൻ പറ്റും. Now, 2017 ഒരേ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ യൂട്യൂബ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. യൂട്യൂബ് ബേസ്ഡ് പാസ്കൽസ് ലോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Now, ക്വസ്റ്റ്യൻ നമ്പർ 2018 ഒരേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അതിൽ വിസ്കസ് ഫോഴ്സ് ഓൺ എ സ്ഫിയർ ഫോളിംഗ് ത്രൂ ലിക്വിഡ് സ്റ്റോക്സ് ലോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2019 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒന്ന് ടോറിസെല്ലീസ് ലോ ഓഫ് എഫ്ലക്സ് ബേസ്ഡ് ദാറ്റ് ഇസ് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. ആൻഡ് ദെൻ യു ഹാവ് സർഫസ് ടെൻഷൻ എക്സസ് പ്രഷർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. Now, 2020 2 ക്വസ്റ്റ്യൻസ്, ഒന്ന് തിയറി ടൈപ്പ്, ഒരെണ്ണം ന്യൂമറിക്കൽ. ആംഗിൾ ഓഫ് കോൺടാക്റ്റും സിമ്പിൾ ബാരോമീറ്ററും ആണ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആ സമയത്ത് ചോദിച്ചിട്ടുള്ളത്. 2021 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഇസ് അഗൈൻ സ്റ്റോക്സ് ലോ ടെർമിനൽ വെലോസിറ്റി, ഒറ്റ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. അത് മുന്നേയും ചോദിച്ചിട്ടുണ്ട്. പ്ലീസ് ലുക്ക് അറ്റ് ദിസ് പാർട്ട് ഹിയർ. ഓക്കെ, മുന്നേയും ചോദിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. Now, 22 2 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. നേരത്തെ ഒരു ചാപ്റ്ററിൽ കണ്ട പോലെ തന്നെ 2 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. സ്റ്റോക്സ് ലോ ടെർമിനൽ വെലോസിറ്റി ബേസ്ഡ് ആണ് ഒരെണ്ണം. ആൻഡ് ദെൻ യു ഹാവ് സർഫസ് ടെൻഷൻ എക്സസ് പ്രഷർ ബേസ്ഡ് ആയിട്ടുള്ള. നമുക്ക് കോൺസെപ്റ്റ്സ് വളരെ അധികം റിപ്പീറ്റഡ് ആണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അകത്ത് 1-2 കോൺസെപ്റ്റ്സ് തന്നെ 2-3 കോൺസെപ്റ്റ്സേ വരുന്നുള്ളൂ. അത് തന്നെ മാറി മാറി ഷഫിൾ ചെയ്ത് വരിക ചെയ്യുന്നത്. Now, 23 ദാറ്റ് ഇസ് ജസ്റ്റ് ലാസ്റ്റ് ഇയർ 2 ക്വസ്റ്റ്യൻസ്. ഒന്ന് ദാറ്റ് ഇസ് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും ഒരു തിയറി ക്വസ്റ്റ്യനും. One question was based on surface tension, the other one was based on venturimeter. This basically surface tension, surface energy 2 കോൺസെപ്റ്റ് പറയുന്നത്. സർഫസ് ടെൻഷൻ എന്നുള്ള വലിയ സെക്ഷനിൽ സർഫസ് എനർജി എന്നുള്ള ആ ചെറിയ കോൺസെപ്റ്റ് ആണ് അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള അതിൻ്റെ മീനിങ്. Now, these are the concepts that are involved. Now, ഇനി പഠിച്ചു വെക്കേണ്ടതിൽ ഒരുപാട് ലിസ്റ്റിംഗ് ഔട്ട് വന്നിട്ടുള്ള ഒരു സെക്ഷനാണിത്. പ്യുവർലി ബിക്കോസ് വളരെ കുറഞ്ഞ സെക്ഷൻസ് തന്നെയാണ് ചോദ്യങ്ങൾ പലതവണ ഷഫിൾ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കേണ്ട സെക്ഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, ഈക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. തിയറി ക്വസ്റ്റ്യനും ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഇത്, ബെർണോളിസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. Now, ഫോഴ്സ് ഓൺ an എയർക്രാഫ്റ്റ് വിങ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ജെയിമെയിൻസിനൊക്കെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചു കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് പ്രഷർ ഡിഫറൻസ് കാണുക അപ്പർ സൈഡിലും ലോവർ സൈഡിലും. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഫോഴ്സ് ഓൺ ദി എയർക്രാഫ്റ്റ് വിങ് കാണാൻ പറ്റും, നെറ്റ് ഫോഴ്സ്. Now, next, capillary rise, very very important. And capillary rise in a tube of insufficient length, അതിൻ്റെ അകത്ത് തന്നെ വരുന്ന ഡെറിവേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു സെക്ഷനാണ്. പ്രഷർ വേരിയേഷൻ വിത്ത് ഡെപ്ത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വേരിയേഷൻ ഇൻ ദ വോളിയൂം ഓഫ് എ ബബിൾ വിത്ത് ഡെപ്ത് അണ്ടർ എ ലിക്വിഡ്. ഒരു ലിക്വിഡ് സർഫസിന് താഴെ ഇൻസൈഡ് എ ലിക്വിഡ് ഡെപ്ത് കൂടുമ്പം ബബിളിൻ്റെ എന്താ പറയുക വോളിയൂം ഇത് വരുന്ന വ്യത്യാസം. ദാറ്റ്സ് അനദർ കോൺസെപ്റ്റ് that can be asked for NEET 2024. പിന്നെ വോളിയൂം ചേഞ്ച് എൻകൗണ്ടർഡ് ബൈ എ സ്ഫിയർ ടേക്കൺ ടു ഡെപ്ത് വിത്തിൻ എ ലിക്വിഡ്. ഒരു ഡെപ്തിൽ താഴെ പോകുന്ന സമയത്ത് ഒരു ബോഡിയുടെ ബൾക്ക് മോഡുലസ് അറിയാമെങ്കിൽ പ്രഷർ വേരിയേഷൻ എത്ര വോളിയോമെട്രിക് സ്ട്രെയിൻ ഉണ്ടാവുന്ന കണക്ക് കൂട്ടാൻ പറ്റും. ആ കോൺസെപ്റ്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് ആക്ച്വലി എ കമ്പൈൻ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിനെയും ഫ്ലൂയിഡ്സിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. എന്നാൽ കൂടെ നമുക്കത് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം ബിക്കോസ് പ്രഷർ ഡിഫറൻസ് ആണ് ആ ക്വസ്റ്റ്യൻ്റെ കീ ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. Now, next one.
volume, then you have buoyant force and fractional volume immersed. Buoyant force based ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. Buoyant force ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഈ ചാപ്റ്ററിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴും പല ചാപ്റ്ററിലും buoyant force ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകൾ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. വേറെ സെക്ഷൻസിലും buoyant force അങ്ങനെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെങ്കിലും buoyant forceന്റെ ആപ്ലിക്കേഷൻ സ്റ്റോക്സ് ലോ ബേസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ buoyant forceന്റെ ആപ്ലിക്കേഷൻ ടെർമിനൽ വെലോസിറ്റി എന്നുള്ള സെക്ഷനിൽ അത് വരുന്നുണ്ട്. അപ്പം മറ്റു പല സെക്ഷൻസിലും അത് യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് അഗൈൻ ഫ്രാക്ഷണൽ വോളിയം ഇമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് buoyant forceനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ അതൊന്നും നോക്കി വെക്കുക. Now, 10 thermal properties of matter. 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ, അധികം ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല. ആൻഡ് ദ ഫണ്ണി തിങ് ഇസ് റീസെന്റ് ഇയേഴ്സിൽ ഒട്ടും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഇനിയും ചോദിക്കാം. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് എ ട്രെൻഡ് ദാറ്റ് ഇസ് ദേർ. ഈ ലാസ്റ്റ് 2 കൊല്ലമായിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്നില്ല എൻ്റെ അർത്ഥം. നൗ 2017 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോമ്പസിറ്റ് റോഡ്, അതാണ് ഒരു കോൺസെപ്റ്റ്. രണ്ടാമത്തെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2018 ഒറ്റ ക്വസ്റ്റ്യൻ, വീൻസ് ലോ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അഗൈൻ വീൻസ് ലോ ആൻഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നൗ തെർമൽ എക്സ്പാൻഷൻ ബേസിൽ ഒരേ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് 2019 ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ യു ഹാവ് again one theory question based on Wien's law and black body radiation in 2020 തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറച്ച് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതൊരു കോമൺ ട്രെൻഡാണ്. നൗ 2021 ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. നൗ അതുകൊണ്ട് തന്നെ ചോദിച്ച കോൺസെപ്റ്റ് എണ്ണം കുറവായതുകൊണ്ടാണ് ഈ സെക്ഷനിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് താഴെ എടുത്ത് എഴുതേണ്ടി വന്നത്. വിൽ ജസ്റ്റ് ലിസ്റ്റ് ഇറ്റ് ഔട്ട്. ടെമ്പറേച്ചർ സ്കെയിൽസ്, കൺവേർഷൻ അക്രോസ് റിയൽ ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ സ്കെയിൽസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷനാണ്. എല്ലാ സ്കെയിലിലേക്കും വേണ്ടി ഒരു ഫോമുല പഠിച്ചു വെക്കുക. മാത്രമല്ല ഒരു സ്റ്റാൻഡേർഡ് ഫോമുല ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഫോമുല ഉപയോഗിച്ച് ഹൈപ്പോത്തറ്റിക്കൽ സ്കെയിലിന് അക്രോസ് ഉള്ള കൺവേർഷൻസും നോക്കി വെക്കുക. നൗ the next section is obviously linear, aerial and volumetric expansion due to heat. Thermal expansion ആണ് ഉദ്ദേശിക്കുന്നത്. Now fitting a metallic ring on a dial, കൂൾ ചെയ്താലാണോ ഹീറ്റ് ചെയ്താലാണോ ഏത് രീതിയിലാണ് ഒരു മെറ്റാലിക് റിങ്ങിനെ ഒരു ഡയലിൽ ഫിക്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത കോൺസെപ്റ്റ്. ദെൻ യു ഹാവ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സിംഗിൾ ആൻഡ് കോമ്പസിറ്റ് റോഡ്സ്. തെർമൽ കണ്ടക്ടിവിറ്റി of or resistance, in fact, or thermal resistance. So thermal conductivity or thermal resistivity അങ്ങനെ മനസ്സിലാക്കേണ്ടത്. thermal conductivity or thermal resistivity of single or composite rods. ഒറ്റ റോഡ് ആവാം, 2 റോഡ് ചേർത്ത് വെച്ചാവാം, പാരലലി 2 റോഡ്സ് ആവാം. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ ഉള്ള എന്താ പറയുക, ഈ കോമ്പിനേഷൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ്സ് അനദർ തിങ്. ഓക്കെ, ഫൈൻ. Then you have basic combinations മാത്രം മതി, വളരെ വലിയ കോമ്പോസിറ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ദാറ്റ്സ് അനദർ തിങ്. നൗ ടെമ്പറേച്ചർ അറ്റ് എ ടി ജംഗ്ഷൻ, നമ്മൾ ആ കോൺസെപ്റ്റ് ഒരുപാട് സെക്ഷനിൽ വരുന്നതാണ്. കപ്പാസിറ്റൻസിൽ വരുന്നുണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ വരുന്നുണ്ട്. ടെമ്പറേച്ചർ അറ്റ് എ ടി ജംഗ്ഷൻ, ഒരുപാട് 3 റോഡുകൾ കണക്ട് ചെയ്ത ഒരു ടി ജംഗ്ഷനിൽ ഓരോ എൻഡിലും ടെമ്പറേച്ചർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ ജംഗ്ഷനിൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് കാണുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അത് ഓർത്ത് വെക്കുക. ദെൻ യു ഹാവ് convection based question, theory question ചോദിക്കാൻ പറ്റുന്ന സെക്ഷൻ ആണ് convection based ആയിട്ടുള്ള question. Then you have something called solar constant. Then calorimetry based questions, final temperature of mixtures. ഫേസ് ചേഞ്ച് ഇൻവോൾവ് ചെയ്യുന്ന കേസുകളും വരാം, ഫേസ് ചേഞ്ച് ഇൻവോൾവ് ചെയ്യാത്ത കേസുകളും വരാം. ഫോർ എക്സാമ്പിൾ ഒരു ക്വാണ്ടിറ്റി ഓഫ് എ സർട്ടൺ എമൗണ്ട് ഓഫ് ഒരു ക്വാണ്ടിറ്റി ഓഫ് എ സർട്ടൺ മെറ്റീരിയൽ ഇസ് മിക്സ്ഡ് വിത്ത് എ സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് അനദർ മെറ്റീരിയൽ. ഫൈനൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടറും ഐസും ആണെങ്കിൽ ഇത്ര ടെമ്പറേച്ചറിലുള്ള ഐസ് ഇത്ര ടെമ്പറേച്ചറിലുള്ള വാട്ടറിനോട് മിക്സ് ചെയ്തു, ഫൈനലി എത്ര ഐസും എത്ര വാട്ടറും അവിടെ ഉണ്ടാവും, എന്തായിരിക്കും ആ കോമ്പിനേഷൻ ടെമ്പറേച്ചർ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നൗ 11 ഇസ് തെർമോഡൈനമിക്സ്. തെർമോഡൈനമിക്സിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ കൗണ്ട് കാണുന്നത്. 2017 നോക്കൂ, കൺസിസ്റ്റൻ്റ്ലി ക്വസ്റ്റ്യൻസിൻ്റെ ഇടയ്ക്ക് ഒരു കൊല്ലം മാത്രം അത് ഒന്ന് കാണാതെ വന്നിട്ടുണ്ട്. വിൽ ലുക്ക് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ. നോക്കൂ, 2017 ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. പി വി ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഒരെണ്ണം. രണ്ടാമത്തത് കാർനോട്ട് എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാർനോട്ട് എഞ്ചിൻ ഇപ്പോഴുള്ള സിലബസിൽ നിങ്ങൾ കാണില്ല. സോ ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഡിലീഷൻ ഒരു ചാപ്റ്റർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിലീഷനിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ആക്ച്വലി ഓപ്പൺസ് അപ്പ് എൻ ഓപ്പർച്യൂണിറ്റി. ആ സെക്ഷൻ പോയി കഴിഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻ അവിടെ ക്വസ്റ്റ്യനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആവുകയാണ്. തൊട്ടടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ ഫ്രീക്വൻസി കയറും എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ കാർനോട്ട് എഞ്ചിൻ റിമൂവ് ആവുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കോൺസെപ്റ്റുകൾ നന്നായി ശ്രദ്ധിക്കുക.
കാരണം അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് ഡെൻസിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്, ബിക്കോസ് ഈ ഒരു സെക്ഷൻ ഇപ്പോൾ അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ എൻഡിൽ എത്തുമ്പോൾ നമ്മൾ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നൗ ഇനി 2018 മൂന്ന് ക്വസ്റ്റ്യൻസ്, മൂന്നും ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, VT ഗ്രാഫ് ഓഫ് ആൻ ഐസോബാറിക് പ്രോസസ്, റേഷ്യോ ഓഫ് വർക്ക് ടു ഹീറ്റ് ബേസ്ഡ് ഓൺ ആ കോൺസെപ്റ്റ് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ യു ഹാവ് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. നോക്കൂ, ഹീറ്റ് എഞ്ചിൻ പിന്നെയും വിസിറ്റ് ചെയ്യുന്ന സെക്ഷനാണ്. നൗ ദെൻ 2019 ഒരേ ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്, ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ തെർമോഡൈനമിക് പ്രോസസ്സസ്. നൗ 2020 രണ്ട് തിയറി ക്വസ്റ്റ്യൻ നോക്കൂ. അഗൈൻ 2020 തിയറി ക്വസ്റ്റ്യൻസിന്റെ വിന്യാസം കൂടുതലാണ്. നൗ യു ഹാവ് PV ഡയഗ്രാം ഓഫ് എ തെർമോഡൈനമിക് പ്രോസസ്, ഒരു കോൺസെപ്റ്റ്. രണ്ടാമത്തെ കോൺസെപ്റ്റ് എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. അഗൈൻ 2021 ക്വസ്റ്റ്യൻസ് ഇല്ല. 2022 PV ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉള്ളത് ഒരെണ്ണം, അത് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നൗ 2023 കാർനോട്ട് എഞ്ചിൻ ബേസ് ചെയ്തിട്ടുള്ള ഒറ്റൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നു തെർമോഡൈനമിക്സ്. Now that Carnot engine is off the syllabus, വേറെ ഏത് സെക്ഷനാണ് നിങ്ങൾ കാര്യമായി നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിലുള്ള പോസിബിലിറ്റി ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ദാറ്റ്സ് ആക്ച്വലി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിനോടൊപ്പം തന്നെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ തെർമോഡൈനമിക് പ്രോസസ്സസ് അത് നന്നായി മനസ്സിലാക്കുക. ആൻഡ് വർക്ക് ഡൺ ബൈ സ്റ്റാൻഡേർഡ് ആൻഡ് അതർ തെർമോഡൈനമിക് പ്രോസസ്, പോളിട്രോപ്പിക് പ്രോസസ് എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രോസസ്സുകളുടെ വർക്ക് ഡൺ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മോളാർ സ്പെസിഫിക് heat capacity of gases undergoing thermodynamic processes. ഈ പറയുന്ന പല തെർമോഡൈനമിക് പ്രോസസ് അണ്ടർഗോ ചെയ്യുന്ന ഗ്യാസസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നന്നായി നോക്കി വെക്കുക. പോളിട്രോപ്പിക് പ്രോസസ് എന്നുള്ള കാര്യം പഠിക്കാൻ മറക്കരുത്. Now 12 is kinetic theory of gases. 8 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ 7 വർഷമായിട്ട്. പക്ഷേ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എല്ലാ വർഷവും ഒരു ചോദ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 2017 ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് ഇന്റേണൽ എനർജി. 2018 അഗൈൻ ഒരൊറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ, RMS സ്പീഡ് കമ്പയർഡ് വിത്ത് എസ്കേപ്പ് വെലോസിറ്റി ആണ് കോൺസെപ്റ്റ്. നൗ 2019 ഒറ്റ തിയറി ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇന്റേണൽ എനർജി ആൻഡ് ടെമ്പറേച്ചർ. 2020 again 2 theory based questions, mean free path and ideal gas equation based ആയിട്ടുള്ള 2 questions ചോദിച്ചിട്ടുണ്ട്. And then 2021 there is a match the following question ഉണ്ട്. മാച്ചിങ് ക്വസ്റ്റ്യനിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. RMS സ്പീഡ് ഉണ്ട്, ഇന്റേണൽ എനർജി, പ്രഷർ, ആവറേജ് കൈനറ്റിക് എനർജി, ഇത്രയും കോൺസെപ്റ്റ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് 2021 ചോദിച്ചിട്ടുള്ളത്. 2022 1 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, വോളിയം ഓക്യുപ്പൈഡ് ബൈ മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ഓർ മോളിക്യൂൾസ് അറ്റ് STP, അതാണ് 2022 ക്വസ്റ്റ്യൻ, 1 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. 2023 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ അഗൈൻ 1 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ RMS വെലോസിറ്റി ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. RMS വെലോസിറ്റിയുടെ റേഷ്യോ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. നൗ അതർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് വുഡ് ബി CPCV ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഒരുപാടെണ്ണം ചോദിക്കാറുണ്ട് മേയേഴ്സ് റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള. ദെൻ യു ഹാവ് CPCV ആൻഡ് അഡിയബാറ്റിക് കോൺസെപ്റ്റ് ഓഫ് മിക്സ്ചേഴ്സ്. അടുത്ത കോൺസെപ്റ്റ് ആണ് പ്രഷർ ടെമ്പറേച്ചർ ഇൻ ടേംസ് ഓഫ് RMS വാല്യൂസ്. ആ എക്സ്പ്രഷൻസ് നന്നായിട്ട് ഓർത്ത് വെക്കുക. ആൻഡ് ദെൻ യു ഹാവ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് മോണോആറ്റമിക്, ഡയാറ്റമിക് ആൻഡ് ട്രയാറ്റമിക്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ മോളിക്യൂൾസ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് വരാറുണ്ട്. അത് നന്നായി പഠിച്ചു വെക്കുക. അതൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആയിട്ട് പലപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻസും ആണ് അധികവും ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. റീസെൻ്റ്ലി ഒട്ടും ഡിസപ്പോയിന്റ് ചെയ്യാത്ത ഒരു സെക്ഷനാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. നൗ നെക്സ്റ്റ് ഓസിലേഷൻസ്. ഓസിലേഷൻസിൽ നമുക്ക് 8 ചോദ്യം കണ്ടിട്ടുള്ളൂ. അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇറ്റ്സ് ആക്ച്വലി എ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. പിന്നെ ലോസ് ഓഫ് മോഷൻ അല്ല, സോറി, വർക്ക് പവർ എനർജീനെയും ലോസ് ഓഫ് മോഷനെയും ബേസ് ചെയ്തിട്ടുള്ള കുറേ കോൺസെപ്റ്റുകൾ റിട്ടേൺ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഓസിലേഷൻസ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. നൗ 2017 ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ന്യൂമറിക്കലാണ് കേട്ടോ, ഒറ്റ തിയറി ക്വസ്റ്റ്യൻ പോലും ഇല്ല ഈ ഒരു ഓസിലേഷൻ സെക്ഷനിൽ. 2017 ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ SHMന്റെ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. 2018 again 1 numerical question based on SHMന്റെ ആക്സിലറേഷൻ ആൻഡ് ടൈം പീരീഡ്. 2019 2 questions, one based on amplitude and of superposition of 2 oscillations. നമുക്ക് 2 ഓസിലേഷനെ സൂപ്പർപോസ് ചെയ്തിട്ടുള്ള അതിനെ ഒറ്റ സിംഗിൾ ഓസിലേഷൻ ഒക്കെ എഴുതിക്കൊണ്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് 2019 ചോദ്യം ഉണ്ടായിരുന്നത്. Then the next question is based on again SHM average velocity ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, ക്വസ്റ്റ്യൻ ആണ്. Now 2020 again 1 numerical question that is based on SHM
സിമ്പിൾ ഹാർമോണിക് മോഷൻ പീരിയോഡിക് മോഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ബേസ്ഡ് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2020 ചോദിച്ചിട്ടുള്ളത്. 2021 ഓസിലേഷൻ ഓഫ് ലോഡഡ് സ്പ്രിംഗ്, ഒരു സ്പ്രിങ്ങിന്റെ മുകളിൽ മാസ് മൗണ്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് 2021. 2022 ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ബേസ് ചെയ്തിട്ടുള്ള ഒറ്റ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 23 ദാറ്റ് ഇസ് ജസ്റ്റ് തൊട്ട് പ്രീവിയസ് ഇയറിൽ ആക്സിലറേഷൻ ഫ്രം SHMന്റെ ആക്സിലറേഷൻ ഗ്രാഫിക്കൽ അനലൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് വൺ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് യു ഹാവ് ഇൻ 2023. ഓൾറൈറ്റ്. നൗ മറ്റ് കോൺസെപ്റ്റുകൾ ഓർത്തു വെക്കേണ്ട മറ്റ് കോൺസെപ്റ്റുകൾ നന്നായി ശ്രദ്ധിക്കുക. എനർജി ഇൻ SHM, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി ഒക്കെ SHM ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ പല പൊസിഷൻ്റെ ടേംസിലും ടൈമിൻ്റെ ടേംസിലും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ആ ഇക്വേഷൻസ് നോക്കി വെക്കുക. ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് മാസ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് കോമ്പിനേഷൻ ഓഫ് സ്പ്രിങ്സ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സാധാരണ ഒറ്റ സ്പ്രിങ്ങിന് പകരം ഒരു കോമ്പിനേഷൻ ഓഫ് സ്പ്രിങ് തരിക. 2 സ്പ്രിങ് പാരലായിട്ടോ 2 സ്പ്രിങ് സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ 2 സ്പ്രിങ് പാരലും പിന്നെ അതിനോടൊന്ന് സീരീസ് ആയിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാം. നൗ ദ നെക്സ്റ്റ് പാർട്ട് ഇസ് ഓസിലേഷൻ ഓഫ് എ സ്ട്രിങ്. നമുക്ക് സ്പ്രിങ് അല്ല, ഒരു സ്ട്രിങ്, ഒരു വയറിൻ്റെ മുകളിൽ ഒരു മാസ് മൗണ്ട് ചെയ്ത് അതിൻ്റെ ഓസിലേഷൻ കാണാൻ പറ്റും. കാരണം ഒരു സ്ട്രിങ്ങിനെ സ്പ്രിങ് ആയിട്ട് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് ഒരു സ്പ്രിങ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പോസിബിൾ ആണ്. VX ഗ്രാഫ് ഓഫ് ഓസിലേഷൻ, ഓസിലേഷൻ്റെ XT VT AT ഗ്രാഫുകൾ നമുക്ക് സാധാരണ കോമൺ ആയിട്ട് കാണുന്നതാണ്. VX ഗ്രാഫും പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കുക. Then oscillation of partially immersed body, partially immersed ആയിട്ടുള്ള ബോഡിനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഓസിലേഷൻസ് നോക്കി വെക്കുക. ഓസിലേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഈക്വിലിബ്രിയം, 2 ചാർജ് പാർട്ടിക്കിളിന് ഇടയിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, 2 ചാർജ്ഡ് പോയിന്റ്സിന് ഇടയിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ വെക്കുക. അതിന് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യുക. വളരെ സ്മോൾ എമൗണ്ടിൽ ഇതിൽ എക്സിക്യൂട്ട് SHM, അതിൻ്റെ ഫ്രീക്വൻസി കാണുന്ന അതിൻ്റെ ടൈം പീരീഡ് കാണുന്ന പ്രോബ്ലംസ്. ദെൻ V-ട്യൂബ് ഓസിലേഷൻസ്. V-ട്യൂബ് ഓസിലേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് സെക്ഷൻ ആണ്. അതിനെ U-ട്യൂബ് ഓസിലേഷൻസ് ആയിട്ട് മാറ്റാൻ പറ്റും. ഒരു സൈഡ് വേർട്ടിക്കലും മറ്റേ സൈഡ് സ്ലാൻറ്റിലും ഉള്ള ഒരു ട്യൂബിൻ്റെ ഓസിലേഷനാക്കി മാറ്റാൻ പറ്റും. ഓഫ് വാട്ടർ കോളം ഇൻസൈഡ്. അപ്പോൾ അങ്ങനെ പല സെക്ഷൻസും നമുക്ക് പല ടൈപ്പ് ഓഫ് വാട്ടർ കോളം ഓസിലേഷൻസിനെയും ഈ പറഞ്ഞ V-ട്യൂബ് ഓസിലേഷൻ എന്നുള്ള ഒറ്റ കാറ്റഗറി പെടുത്താൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അകത്ത്. നൗ ഓസിലേഷൻസ് ഓഫ് എ ബോഡി ഇൻ എ ഡയമെട്രിക് ടണൽ, നമ്മളത് സാധാരണ കാണുന്നതാണ്. എർത്തിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഡയമെട്രിക് ആയിട്ട് ടണലിൽ സെൻറ്ററിൽ വെച്ചൊരു ബോഡീനെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ഓസിലേഷനുള്ള SHMനുള്ള പാരാമീറ്റേഴ്സ്, ടൈം പീരീഡ്, ഒമേഗ ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഡയമെട്രിക് ഓസിലേഷൻസിനെ പോലെ തന്നെയാണ് ഒരു കോഡ്, ഒരു ടണൽ, ഒരു കോഡായിട്ട് ഒരു ടണൽ എടുത്തു കഴിഞ്ഞാലും അതിൽ ഓസിലേഷൻസ് ഉണ്ടാവുക. സിമിലാരിറ്റീസ് ഉണ്ട്, നന്നായി മനസ്സിലാക്കുക. നൗ then you have identifying parameters of oscillation from SHM function. SHM function എഴുതി തന്നാൽ അതിൻ്റെ അകത്ത് ആംപ്ലിറ്റ്യൂഡും ആംഗുലർ ഫ്രീക്വൻസിയും ഒക്കെ പിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പോസിബിൾ ആണ് ഫ്രം ദിസ് സെക്ഷൻ. Now finally we have waves section from section called waves chapter ആണ്. ആ ചാപ്റ്ററിന് 7 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷമായിട്ടും ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഓരോ ചോദ്യം വീതം കിട്ടുന്നുണ്ട്. Now എല്ലാം ന്യൂമറിക്കലാണ്, നോ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എവറി ക്വസ്റ്റ്യൻ ഹാസ് ബീൻ ഫ്രം ഓഫ് ന്യൂമറിക്കൽ ടൈപ്പ്. 2017 ചോദിച്ചത് 2 ചോദ്യങ്ങളാണ്. ഡോപ്ലർ ഇഫക്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഒരെണ്ണം ഫ്രീക്വൻസി ഓഫ് സ്റ്റാൻഡിംഗ് വേവ്സ് ഇൻ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഓർഗൻ പൈപ്സ് ആണ്. ഇതിപ്പോഴും വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ഡോപ്ലർ ഇഫക്റ്റ് ഇപ്പം സിലബസിന് ഒരു പക്ഷേ ഉണ്ടാവില്ല, പക്ഷേ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദാറ്റ് ആ ഒരു പ്രോബബിലിറ്റിയും കൂടെ വിൽ ബി ഗോയിങ് ടു സ്റ്റാൻഡിംഗ് വേവ് എന്നുള്ള സെക്ഷൻ, അത് ഓർത്ത് വെക്കുക. നൗ 2018 2 ക്വസ്റ്റ്യൻസ്, ഒന്ന് സ്റ്റാൻഡിംഗ് വേവ്സ് ഇൻ ഓർഗൻ പൈപ്സ് നോക്കൂ, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഓർഗൻ പൈപ്സ് നോക്കൂ. സിമിലർ കോൺസെപ്റ്റ്സ് തന്നെ ഒരു വർഷം തന്നെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ഈ സ്റ്റാൻഡിംഗ് വേവ്സ് എന്നുള്ള സെക്ഷൻ. ജനറലി നമ്മളതിന് സ്റ്റാൻഡിംഗ് വേവ്സ് എന്നാണ് പറയുക. അത് സ്ട്രിങ്ങിലെ സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ട് കുറച്ചെണ്ണം, പിന്നെ യു ഹാവ് ഓപ്പൺ എന്താ പറയുക ഓർഗൻ പൈപ്പ്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. നൗ പിന്നെ 2019 ക്വസ്റ്റ്യൻസ് ഇല്ല. 2020 ഒറ്റ ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ്. ദാറ്റ് ഈസ് ബേസിക്കലി സ്ട്രെച്ച് സ്ട്രിങ്ങിലുള്ള മോഡ്സ് ഓഫ് വൈബ്രേഷനെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡിംഗ് വേവ്സ് ഓൺ സ്ട്രെച്ച് സ്ട്രിങ് ആണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്. Now 2021 questions ഇല്ല. 2022 you have one numerical question, that is velocity of transverse waves on a string. Different concept ആണ്. Now 2023 again one numerical question that is based on frequency of standing waves, again closed and open organ pipes. നോക്കൂ, ഒരുപാട് തവണയായി ആ ഒരു ഒറ്റ കോൺസെപ്റ്റ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു.
നോക്കൂ, അതർ ഇൻട്രസ്റ്റിംഗ് സെക്ഷൻ, അതർ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഐഡന്റിഫൈയിങ് പാരാമീറ്റേഴ്സ് ഓഫ് ട്രാവലിംഗ് സ്റ്റാൻഡിംഗ് വേവ്സ് ഓൺ ദ വേവ് ഇക്വേഷൻ. നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ SHM ഇക്വേഷൻ്റെ അകത്ത് നിന്ന് പാരാമീറ്റേഴ്സ് പിക്ക് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. അതേപോലെ ഉള്ള വേവ് ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ട്രാവലിംഗ് വേവ് ഇക്വേഷൻ്റെ അകത്ത് നിന്ന് പാരാമീറ്റേഴ്സ് പിക്ക് ചെയ്യുന്നത്, ട്രാവലിംഗ് ആവണമെന്നില്ല, സ്റ്റാൻഡിംഗ് വേവ് ഇക്വേഷൻ ആവാം, അതിൻ്റെ അകത്ത് പാരാമീറ്റേഴ്സ് പിക്ക് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണ്, മനസ്സിലാക്കുക. Now, velocity of transverse or longitudinal waves in different media. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവ്സും സോളിഡ്സിലും ലിക്വിഡ്സിലും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലും ഒക്കെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ടാവും. അതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. നൗ ആ ടേമുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള സെക്ഷനാണ്. നൗ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്യാസസ്. ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓരോ പാരാമീറ്റർ മാറുമ്പം വെലോസിറ്റി ഓഫ് സൗണ്ടിന് എന്ത് മാറ്റം വരും ഇൻ എ ഗ്യാസ് കോളം എന്നുള്ളതാണ്. അത് നോക്കി വെക്കുക. നൗ ബീറ്റ്സ് എന്നുള്ള സെക്ഷൻ മനസ്സിലാക്കുക. അതിൽ തന്നെ ലോഡിംഗ് ആൻഡ് ഫൈലിംഗ് ട്യൂണിംഗ് ഫോർക്സ്. നമുക്ക് ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്, ആ ട്യൂണിംഗ് ഫോർക്കിനോട് വേറൊരു ട്യൂണിംഗ് ഫോർക്ക് ഇത്ര ബീറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ ട്യൂണിംഗ് ഫോർക്കിനെ ഫയൽ ചെയ്യുക അല്ലെങ്കിൽ വാക്സ് ലോഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരും. അപ്പോൾ പുതിയ നമ്പർ ഓഫ് ബീറ്റ്സ് തന്നുകൊണ്ട് അൺനോൺ ഫ്രീക്വൻസി ഓഫ് വൺ ഓഫ് ദീസ് ട്യൂണിംഗ് ഫോർക്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവും എങ്ങനെയാണത് ആ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ദെൻ ഓൾസോ റിമെമ്പർ സോണോമീറ്റർ ആൻഡ് റെസൊണൻസ് കോളം പഠിച്ചു വെക്കുക. എറർ കറക്ഷൻ, എൻഡ് കറക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ റെസൊണൻസ് കോളത്തിൽ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദീസ് ആർ ഓൾ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഫ്രം ദീസ് ചാപ്റ്റേഴ്സ്. വി ഡോണ്ട് ഹാവ് എനി മോർ സ്ലൈഡ്സ് ഓർ വി ഡോണ്ട് ഹാവ് എനി മോർ സെക്ഷൻസ് ഇൻ +1. നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഒന്നുകൂടി അടിവരായിട്ട് പറയുകയാണ്. ഒരുപാട് കോൺസെപ്റ്റ്സ് ചോദിച്ചതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും പഠിക്കുക, നന്നായിട്ട് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. പിന്നെ സജസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് താഴെ കൊടുത്തിട്ടുള്ളത് അതും നന്നായിട്ടൊന്ന് സോളിഡ് ആയിട്ട് നോക്കി വെക്കുക. കഴിയുന്നതും ഈ സെക്ഷൻസ് ഒന്ന് മിസ്സാക്കാതിരിക്കാൻ നോക്കുക. ഇതിൻ്റെ അർത്ഥം വൺസ് അഗൈൻ നിങ്ങൾ നല്ല ഹൈ സ്കോർ ആണ് നോക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഒരു സെക്ഷൻ അവോയ്ഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ ചെയ്യരുത്. ഈസി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ട്രെൻഡ് ഉള്ള ഒരു എക്സാം ആണ്. വളരെയധികം ഈസി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ട്രെൻഡ് ഉള്ള ഒരു എക്സാമിനേഷൻ ആണ് നീറ്റ് എക്സാമിനേഷൻ. ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളെങ്കിലും അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ചാപ്റ്റർ, ഈവൻ ദോ നിങ്ങൾ ആ ചാപ്റ്റർ നന്നായി ഡീപ്പായി പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് എങ്കിലും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഡോണ്ട് സ്കിപ്പ് എനി ടോപ്പിക്. ഇത് മാത്രം പഠിക്കണം എന്നല്ല പറയുന്നത്, എല്ലാ ടോപ്പിക്കും ഭംഗിയായി പഠിക്കുക. ഇതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. ഓൾറൈറ്റ്, താങ്ക് യു.